ഹായ് ഹലോ വെൽക്കം ടു ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ റംബൂട്ടാൻ കുറച്ചൊക്കെ പഴുത്തിട്ടുണ്ട് കേട്ടോ, മുഴുവൻ പഴുത്തിട്ടില്ല. അപ്പോൾ അത് കുറച്ച് പൊട്ടിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് റംബൂട്ടാൻ പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം ഇത് വലയൊന്നും ഇടാത്ത കാരണം മുഴുവനായിട്ട് പഴുക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. അതായത് ജസ്റ്റ് ഒന്ന് കളർ മാറുമ്പോൾ തന്നെ എല്ലാം അണ്ണാനും വവ്വാലും ഒക്കെ തിന്നിട്ട് നമുക്ക് അതിൻ്റെ തൊണ്ട് മാത്രമാണ് വീണ് കിട്ടാറ് കേട്ടോ. കാരണം ഇത് വലിയൊരു മരം ആയതുകൊണ്ട് തന്നെ ഇത് വലയിടുക എന്ന് പറയണതും അത്ര പ്രായോഗികമല്ലാത്തതുകൊണ്ട് നമ്മൾ വലയിടാറില്ല കേട്ടോ. ഈ റംബൂട്ടാൻ മരം ഒരു 19 വർഷം പഴക്കമുള്ളതാണ് കേട്ടോ. നമ്മൾ ഈ വീട് വാങ്ങിയിട്ട് തന്നെ 10-20 വർഷമാവാറായി. അപ്പോൾ തന്നെ ഉള്ളതാണ് ഈ ഫ്രൂട്ട്സും ഇതൊക്കെ. അപ്പോൾ ഏകദേശം ഒരു 19 വർഷം പഴക്കമുള്ള ഒരു മരമാണ് കേട്ടോ ഇത്. ഞങ്ങളൊരു മലേഷ്യക്കാരുടെ വീടാണ് വാങ്ങിച്ചത്. അപ്പോൾ ആ സമയത്ത് അവർ അവിടെ നിന്ന് കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ടുള്ള വിത്ത് കുഴിച്ചിട്ടിട്ട് ഉണ്ടായ ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ റംബൂട്ടാനൊന്നും അന്നത്തെ കാലത്ത് ആൾക്കാർക്ക് അറിയില്ല, മലേഷ്യൻ പഴം എന്നാണ് കേട്ടോ അതിനെ പറയുന്നത്. ഇവിടെ ഈ ഒരു വീട്ടിൽ മാത്രമായിരുന്നു അതുണ്ടായിരുന്നത്. ഞങ്ങൾ ഒരു 10-20 വർഷം മുമ്പോഴും വാങ്ങുമ്പോഴും ഇത്രയും അങ്ങോട്ട് റംബൂട്ടാൻ സുലഭമൊന്നും ആയിരുന്നില്ല കേട്ടോ. ഇപ്പം എല്ലാ വീട്ടിലും റംബൂട്ടാൻ ഉണ്ടല്ലോ. പക്ഷെ ആ സമയത്തൊന്നും അങ്ങനെ എല്ലാ വീട്ടിലും ഈ റംബൂട്ടാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ പ്രത്യേകത ഇത് മറ്റേ നാടനാണ് കേട്ടോ, നമ്മുടെ ഹൈബ്രിഡ് അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല, നാടൻ റംബൂട്ടാനാണ്. മറ്റേ നാടൻ റംബൂട്ടാൻ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഫ്ലഷ് കുരുമെന്ന് വിട്ടു പോരില്ല, അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കണ ഒരു ഇതാണ് കേട്ടോ, നാടനാണ്. അതുകൊണ്ട് തന്നെ നല്ല പഴുത്താൽ മാത്രമാണ് നല്ല മധുരം ഉണ്ടാവുക. എന്നാലും ആ നാടന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് നന്നായി പഴുത്താൽ നല്ല മധുരം ഉണ്ടാവും, പക്ഷേ ഇത് അത്ര നന്നായി പഴുക്കാനായിട്ട് കിട്ടാറില്ല. അപ്പം ഇത്തിരി കളർ മാറി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പിള്ളേരൊക്കെ അത് അല്ലെങ്കിൽ ആൾക്കാരൊക്കെ അത് വന്ന് പൊട്ടിക്കാറുണ്ട്. ഇത് 2 കൊല്ലം മുന്നേ ഇത് ഹൈറ്റ് പോയപ്പോൾ ഞാനത് വെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് 2 കൊല്ലത്തേക്ക് ഉണ്ടായില്ല. അതങ്ങനെ അത്രേ, ഇത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 കൊല്ലത്തേക്ക് ഇതുമ്മ കായൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇക്കൊല്ലമാണ് കേട്ടോ ഉണ്ടായത്. ഇത് മുഴുവനായിട്ടൊരു കൊലത്തെ മുഴുവനായിട്ടും പഴുക്കാത്തത് കൊണ്ട് തോട്ടി കൊണ്ട് പൊട്ടിച്ചാൽ പച്ചയടക്കം പോരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന് ഞാൻ ആമസോണിൽ നിന്നൊരു ഫ്രൂട്ട് പ്ലക്കർ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതാണ് ഇത്, ഓൺലൈനായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് നമ്മുടെ തോട്ടിയുടെ മേലെ ഫിറ്റ് ചെയ്യാണ് ചെയ്യുക കേട്ടോ. ഇവിടെ 2 തോട്ടിയുടെ മേലെയും അരിവാൾ ഫിക്സ് ചെയ്ത കാരണം നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ മറ്റേ നമ്മുടെ മാറാല തോട്ടിയില്ലേ അതിൻ്റെ ആ മുകൾ ഭാഗം എടുത്ത് കളഞ്ഞിട്ട് ഈ ഫ്രൂട്ട് പ്ലക്കർ ഇതുമ്മേ വെച്ചിട്ട് ഫിറ്റ് ചെയ്യാണ് കേട്ടോ ചെയ്തത്. ഒരുപാട് കനം കൂടിയ തോട്ടിമേ വെക്കാൻ പറ്റില്ല കേട്ടോ. ഇതിൻ്റെ ഒരു കഴുത്ത് ഭാഗം ഇത്തിരി സൈസ് കുറവാണ്. അപ്പോൾ കനം കുറഞ്ഞ തോട്ടിയിൽ വേണം ഫിറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ അങ്ങനെ ടൈറ്റായി നിന്നോളും. അപ്പോൾ റംബൂട്ടാൻ മുഴുവനും ഒരുമിച്ച് പഴുക്കാത്തതുകൊണ്ട് ആ കൊലയിലുള്ള പഴുത്തത് മാത്രമായിട്ട് പൊട്ടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഫ്രൂട്ട് പ്ലക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു 2-3 കമ്പികൾ കൊളുത്ത് പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള പഴുത്ത റംബൂട്ടാൻ നമുക്ക് പൊട്ടിക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ട് പൊട്ടിക്കുകയാണെങ്കിലൊക്കെ കിട്ടും. അല്ലെങ്കിൽ കുറച്ച് ധൃതി പിടിച്ചിട്ട് പെട്ടെന്ന് പൊട്ടിക്കുകയാണെങ്കിൽ കുറേയൊക്കെ താഴ്ത്ത് വീഴും, പൊട്ടുകയൊക്കെ ചെയ്യും. എന്നാലും കുഴപ്പമില്ല, ഒരു നല്ല ഫ്രൂട്ട് പ്ലക്കർ തന്നെയാണ് കേട്ടോ അത്. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലായിടത്തും വാങ്ങാൻ കിട്ടുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ അത്. ഇതാ കണ്ട, ഇതുപോലെ ഇങ്ങനെ തൊണ്ട് മാത്രമായിട്ട് വീണിങ്ങനെ നിലത്ത് കിടക്കും, നിറച്ചും തൊണ്ട് ഇങ്ങനെ കിടക്കും. നേരം വെളുക്കുമ്പോഴേക്കും അണ്ണാനും വവ്വാലും ഒക്കെ കൊത്തിയിട്ട് ഒന്നും പഴുത്തിട്ട് അങ്ങനെ മര്യാദയ്ക്ക് കിട്ടില്ല. അങ്ങനെ കുറച്ച് കിട്ടിയതൊക്കെ പൊട്ടിച്ചിട്ട് കുറച്ച് പച്ചയും പഴുത്തതൊക്കെ ആയിട്ട് വീട്ടിൽ കൊണ്ടുപോയി. എങ്ങനെയുണ്ടെന്ന് പറയും മധുരണ്ട അത് നോക്കിയാ മധുരണ്ടോ കുഴപ്പമില്ലല്ലോ, മധുരല്ലേ നോക്കിയേ പൊട്ടിച്ചു. നമ്മുടെ വീട്ടിലുണ്ടായതാ, നല്ല മധുരണ്ടാ, അധികം പഴുത്തിട്ടില്ല എന്നാലും മധുരണ്ട്. അപ്പം ഇന്നത്തെ റംബൂട്ടാൻ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. മറ്റു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ, സീ യു.